കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ, അതായത് ഇരുതലങ്കോട്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നിട്ടുള്ള കുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി പ്രസന്നയുടെ മോളുടെ എൻഗേജ്മെൻറ്റാണ് ഇന്ന് കേട്ടോ. അപ്പം നമ്മൾ പോയി, എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസന്നയുടെ ഏട്ടൻ പ്രമോദ് ബാംഗ്ലൂരാണ്. അപ്പം ഞങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ പ്രായഭേദം എന്ന് പറഞ്ഞ പോലെ നമ്മളെയൊക്കെ 1-2 വയസ്സിന് മൂത്തവരും നമ്മുടെ താഴെയുള്ളവരും ഞങ്ങളും ഒക്കെ ഒരുപോലെ കൂട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന കുട്ടികളാണ്. അപ്പോൾ ഈ പ്രസന്നയുടെ വീട്ടിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും കുട്ടികളെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിലാണ് കളിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരികെ കിട്ടാത്ത ഒരു കാലമാണ് ബാല്യകാലം അല്ലേ. നമ്മൾ കളിച്ചും ചിരിച്ചും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് കടന്നു പോയിട്ടുള്ള ആ നാളുകൾ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും, അപ്പം നമ്മുടെ ഓരോരുത്തരും ജീവിതയാത്രയിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ മറന്നു പോവല്ല, പക്ഷെ ഒന്നും ഓർക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ. അങ്ങനെ ഓരോരുത്തരും ബിസി ആയിട്ട്, അതുപോലെ ഓരോരുത്തരും ഓരോ നാടുകളിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ച് അവരവരുടേതായ ജീവിതത്തിൽ അങ്ങനെ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ദിവസം കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മൾ കൊറോണ കാലമൊക്കെ വരുന്നതിന് മുൻപാണ് ഇങ്ങനെയൊക്കെ ഒരു കല്യാണങ്ങൾക്ക് കൂടലും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഇതുപോലെ സന്തോഷമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾക്ക് കൂടിയിട്ടില്ല കേട്ടോ. നമ്മൾ പലരും പല കല്യാണങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും ബന്ധുക്കളുടെ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതലും ചിലപ്പോൾ റിസപ്ഷനുകൾ അങ്ങനെയൊക്കെ ആവും അല്ലേ. അപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മുടെ നാട്ടുകാരൊന്നിച്ച് കൂടിയ ഒരു എൻഗേജ്മെൻ്റാണ് ഇന്നുണ്ടായത് കേട്ടോ. ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്, എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റിയ കാരണം ഉച്ചഭക്ഷണം അമ്മ കഴിക്കില്ല. അപ്പം അതുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ എന്നെ പോലെ ഇപ്പോൾ നീനയോ പ്രജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, പ്രജിയും ഉണ്ടെങ്കിൽ കൂടി കുറച്ചും കൂടിയും പറ്റും. നീനയ്ക്ക് അത്ര കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല, അവൾക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കും പേടിയാണ്. എന്നാലും അവൾ പറഞ്ഞു അമ്മ അങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 മണിക്ക് മുന്നേ എത്താന്നുള്ള പ്ലാനിലാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ പേടിക്കാനില്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇൻസുലിനൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നു. എല്ലാവരും നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒരുവിധം നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ട ആ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തൊരുമിച്ചൊന്ന് കാണുകയാണ്, എല്ലാവരോടൊന്ന് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു. അതിനിടയ്ക്ക് നമുക്ക് വളരെ അടുപ്പുള്ള പുഷ്പ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ഞങ്ങളവിടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്, ജയ എന്ന് പറഞ്ഞ ചേച്ചി, അതുപോലെ തന്നെ ശോഭ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ സഹോദരന്മാരുടെ മക്കളും അതുപോലെ സഹോദരന്മാരുടെ ഭാര്യമാരുമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവരടുത്ത ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. അപ്പം ഞങ്ങൾ പുഷ്പജിനെ പൂപ്പമ്മ എന്ന് പറയും ഞങ്ങൾ. അങ്ങനെ അത്രയും സ്നേഹമായിട്ട് നമ്മൾ ജാതി മതഭേദമന്യേ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഓരോ വീട്ടുകാരും ആ ഒരു സ്നേഹം കരുതലൊന്നും ഇന്ന് ആർക്കും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ തൊട്ട അയൽപ്പക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടേതായ ആ ഒരു ബഹുമാനവും കാര്യങ്ങളുമായിട്ടും നമ്മളോടുള്ള സ്നേഹവും കരുതലും എല്ലാം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കില്ല. എന്നാലും നമുക്കൊരു സിനിമയ്ക്ക് പോകാനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛന് വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും അച്ഛൻ ഞങ്ങളതിനെ ഇവരുടെ കൂട്ടത്തിലെ വിടുക. അല്ല എന്തെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് നമുക്ക് ടൂർ പോകണമെന്നുണ്ടെങ്കിൽ ഇവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമ്മളതിനെ വിട്ടുവിട്ടാ. അത്രയും നമുക്ക്. അതുപോലെ ഞങ്ങൾ എവിടേക്കെങ്കിലും സിനിമയ്ക്ക് പോകുക വെച്ചാൽ അവിടുത്തെ ആ ചേച്ചീനെയൊക്കെ അവരുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂട്ടത്തിലെ വീട്. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മൾ ജീവിച്ച് വളർന്ന ഒരു കാലഘട്ടമാണിത് കേട്ടോ. അങ്ങനത്തെ അടുപ്പും കാര്യങ്ങളും ആത്മാർത്ഥമൊന്നും ഇന്ന് എവിടെയും കാണില്ല. ഏത് നാട്ടിലാണെങ്കിലും ഏത് അയൽപ്പക്കങ്ങളാണെങ്കിലും കാണില്ല കേട്ടോ. ആ ഒരു സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേര് കേട്ടോ, കുറച്ച് പേരെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ആ നാടൊന്നടക്കം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹവും കരുതലും എല്ലാം ഉള്ളവർ തന്നെയാണ്. നമ്മുടെ നാട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആളുകളാണെങ്കിലും, നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന പെൺകുട്ടികളാണെങ്കിലും, അവർ വിവാഹം ചെയ്ത് വേറെ നാട്ടിലേക്ക് പോയാലും ആ ഒരു സ്നേഹം കരുതൽ ഇന്നിപ്പോൾ വാട്സപ്പും അതുപോലെ തന്നെ ഫോൺ നമ്പറുകളൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാവർക്കും മൊബൈൽ എന്ന ഒരു ആശയവിനിമയം ഉള്ളത് കൊണ്ടും അപ്പം നമുക്ക് പരസ്പരം വിവരങ്ങൾ അറിയാനും നമ്മളോട് സ്നേഹം ആത്മാർത്ഥതയുള്ളവർ നമ്മളെ
തന്നെ എപ്പോഴും വിളിക്കാനും, ഇനി വിളിച്ചാൽ പോലും എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തിരക്കും കാര്യങ്ങളാണ്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് വിളിച്ചില്ലെങ്കിൽ പോലും അവർ വാട്സപ്പിൽ മെസ്സേജുകൾ ഇട്ട് വെക്കും. അങ്ങനെ പരസ്പരം നമ്മളതിനെ അന്വേഷിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇന്ന് എനിക്ക് അവരെയൊക്കെ കണ്ട് ഞാൻ സംസാരിച്ചു. എനിക്കെന്തോ കുറേ സങ്കടങ്ങൾ വന്നു അവരെയൊക്കെ കണ്ടപ്പോൾ. ഞാൻ സംസാരിച്ച് ഞാൻ കരയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ജീവിച്ച ഒരു കാലഘട്ടങ്ങളും നമുക്ക് നമ്മുടേതായ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ആ വിഷമങ്ങളും എല്ലാം നമുക്കൊരു നിമിഷം അവരൊക്കെ കൂടി കണ്ടപ്പോൾ വിഷമമായിട്ടോ. അവരെപ്പോഴും അവർ പറയാണ്, എപ്പോഴും ഞങ്ങളെല്ലാവരും പറയാറുണ്ട് നിൻ്റെ അടുത്തേക്ക് ഒന്ന് വരണമെന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കല്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ മനസ്സാരല്ല, എപ്പോഴും സെലി ചേച്ചിയാണെങ്കിലും സെലി ചേച്ചി എപ്പോഴും എന്നോട് വിളിച്ചിട്ട് പറയും, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ, എന്ത് വേണമെങ്കിലും എനിക്ക് വരാനും കാര്യങ്ങളും. പണ്ടത്തെ പോലെ എല്ലാം മാത്രമേ ഉള്ളൂ. പ്രായമാകുമ്പോൾ അതിൻ്റേതനുസരിച്ച് മാറ്റങ്ങളല്ലേ. ഈ സെലി എന്ന് പറയുന്നത് ഈ പ്രസന്നയുടെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും അതാ പറയുന്നത്, അത്രയും അടുപ്പമായിട്ടും സ്നേഹമായിട്ടും ഒരു വീട് പോലെ എന്ന് പോലെയാണ് കേട്ടോ. നമുക്ക് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന ഒരു പ്രകൃതം അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇന്ന് വിളിച്ചു കഴിഞ്ഞു, പ്രസന്നയുടെ മോളുടെ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പ്രസന്ന പറഞ്ഞു എല്ലാവരും കൂടി വരണം, വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രസന്നയുടെ ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവരെയും കണ്ടിട്ട് ഞങ്ങൾ കുറേ കാലങ്ങളായി, പ്രസന്നയുടെ ഏട്ടൻ പ്രമോദിൻ്റെ വൈഫ് സവിത, അവരുടെ കുട്ടികൾ. അപ്പോൾ നമ്മളും കണ്ടിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അവരെയും കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള വീടുകളിലുള്ള എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റി. അപ്പം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉദയ, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയണില്ല കേട്ടോ, ആർക്കും വിഷമം വേണ്ട. അവളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റി. അവൾ മിൽമേല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിചയത്തിൻ്റെ മുകളിലാണ് ഇവർക്ക് പാല് കൊടുക്കുന്നുണ്ട്, പശുക്കുണ്ട്, കറുവകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു റിലേഷൻ്റെ മുകളിലാണ് ഉദയം വന്നേക്കുന്നത്. അപ്പോൾ അവളെയും കണ്ടു. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, സന്തോഷമായി. നമ്മുടെ നാട്ടിലുള്ള പ്രായം ചെന്ന ആൾക്കാരെ കണ്ടു, നമ്മോടൊപ്പം ഉള്ളവർ, നമ്മുടെ കളിക്കൂട്ടുകാർ, അതുപോലെ തന്നെ നമ്മുടെ ഇനിയുള്ള തലമുറയിലുള്ളവരേനെയും കണ്ടു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറേ സമയമൊന്നും സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഇടപഴകാനോ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും എനിക്കത് വളരെ സന്തോഷമായി. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ചടങ്ങുകളൊക്കെ കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടി പന്തലൊക്കെ ഇട്ടു. അതിനുശേഷം നമുക്ക് ഫുഡിനൊക്കെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് അപ്പുറത്ത് വേറൊരു പന്തലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്നത് പ്രണവാണ്. അതായത് കണ്ണപ്പൻ എന്ന് വിളിക്കും ഞങ്ങൾ. പ്രണവിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് സെലി ചേച്ചിയുടെ ഫാമിലി. ആ 3 മക്കൾ ഞാൻ ട്യൂഷൻ എടുത്തിട്ടതാണ് കേട്ടോ. അതുപോലെ ഇതാണ് പ്രമോദും, അതായത് പ്രസന്നയുടെ ബ്രദർ പ്രമോദും ഫാമിലിയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, എല്ലാവരെയൊക്കെ കണ്ടു, സംസാരിച്ചു, സന്തോഷമായി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. കാരണം ഇവിടെ അമ്മയ്ക്ക് നമ്മളെത്തിയിട്ട് വേണമല്ലോ ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരണ വഴിക്ക് അകമലയ്ക്കും ഉത്രാളിക്കാവിനും ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കണമെന്ന് ചോദിച്ചാൽ ബീനോട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കരിമ്പിൻ ജ്യൂസ്, അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു മാത്രം. ഒരു രസമാണല്ലോ, നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് എന്തും കാണുമ്പോഴും അത് കാണാനും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കരിമ്പിൻ ജ്യൂസൊക്കെ അടിച്ചു. അപ്പോൾ നിക്കി ഞങ്ങളുടെ കൂട്ടത്തിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ജ്യൂസൊക്കെ കുടിച്ചു, അവനും കുടിച്ചു കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.